മോർണിംഗ്. ഞാൻ സിമിയാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും സിക്ക് ബേബീസ് ആണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ എന്താണ് ചുമയും കഫക്കെട്ടും ഒക്കെയാണ്. അതുപോലെ എൻ്റെ പെടലി വെട്ടിയിരിക്കുകയാണ്. ഞാൻ തേഴ്സ്ഡേ പെടലി വെട്ടിയതാണ്. ഇവളെ എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ പൊക്കുന്ന വഴിക്ക് പെടലി ഒന്ന് വെട്ടിപ്പോയിരുന്നു. മൂവൊക്കെ ഇട്ട്, പക്ഷെ വലിയ കുറവൊന്നുമില്ലായിരുന്നു. ഇന്ന് നമുക്കിനി ജീപ്പിലെടുക്കൽ പോകണം. ഇപ്പോൾ സമയം 10:45. ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവൾ ഡേ കെയറിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവൾക്ക് ചുമയും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ രാത്രിയിൽ ഒരു നല്ല ഛർദ്ദിൽ ഛർദ്ദിച്ചു. നല്ലതായിട്ട് കഫം എല്ലാം പോയി. അപ്പം എന്തെങ്കിലും ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് GP കണ്ടേക്കാമെന്ന് വിചാരിക്കുക. കുഞ്ഞിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. ഇതാരാ ഇത്? ബേബിയാണോ? ബേബി റെഡിയായോ പോകാൻ? ബേബി റെഡിയായി. അപ്പൊ നമ്മൾ നോക്കിയേ. അപ്പൊ നമ്മള് പോവല്ലേ? റെഡി ടു ഗോ. അപ്പയുടെ ബ്രഷാ കേട്ടോ. അപ്പൊ വഴക്ക് പറയും. ബേബി റെഡിയായി അല്ലേ? നമ്മള് സെറ്റായി. ഇപ്പം വെതർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വെയിലും ഒക്കെ 2 ആഴ്ച മുമ്പ് കാണിച്ചിട്ട് ഇപ്പൊ വീണ്ടും കോൾഡ് വെതറിലോട്ട് പോയേക്കാണ്. അപ്പോൾ അതിൻ്റെയാണ് നമ്മളുടെ ഈ സിക്നെസ് ഒക്കെ. പുറത്തോട്ട് നോക്കിയാൽ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലൗഡി ആട്ടോ. ശരിക്കും ഒരു ഓർഡിനറി വീക്കെൻഡ് ആണ് ഇന്ന്. പക്ഷേ നല്ലൊരു രീതിയിൽ കൂടി തിരിയുമ്പോൾ മറന്നു പോവാണ്. പിന്നെ ആ വേദന അങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് എൻ്റെ പെടലി പണി തന്നേക്കുവാന്ന് ഓർക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് എന്നായിരുന്നു, തേഴ്സ്ഡേ ഇതുപോലെ ഇവൾക്ക് 12 മന്ത്സിൻ്റെ ഹെൽത്ത് ചെക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഇതുപോലെ പീഡിയാട്രീഷ്യൻ്റെ അടുക്കൽ. അപ്പം അതിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് വെയിറ്റ് ഇങ്ങനെ നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, ഓക്കെയാണ്. പക്ഷെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മുടെ സാധാരണ ഇന്ത്യൻ ബേബീസ് ഇവിടുത്തെ ഗ്രോത്ത് ചാർട്ട് അനുസരിച്ച് താഴെയായിരിക്കും, ലൈനിന് താഴെയായിരിക്കും. പക്ഷെ ഇവളുടെ ഇച്ചിരി കയറി, നമ്മൾ കാണുമ്പോൾ അങ്ങനെ തോന്നുകയില്ലെങ്കിലും ഇച്ചിരി കയറി പോയിട്ടുണ്ട്. അപ്പം റീസൺ ആയിട്ട് പറയുന്നത് എന്താണെന്നറിയാം? ഫോർമുല കൊടുക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഫോർമുല ഇനി 1 ഇയർ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഡയറി പ്രോഡക്ട്സിലോട്ട് കയറണമെന്ന്. ഈ പിള്ളേർ കഴിക്കാത്തപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. 5 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മുടെ ഇതനുസരിച്ച് 11:40 അപ്പോയിൻമെന്റ്. നമുക്ക് ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. പക്ഷെ എന്നാലും കൊച്ചിനെയായിട്ട് നമ്മൾ പോകുന്നതല്ലേ, അതും ഞാൻ തന്നെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് എയിം ചെയ്തേക്കുന്നത്, ഞാനിങ്ങനെ ഒരു എല്ലാ ദിവസവും തന്നെ, അതായത് വീക്കെൻഡിൽ പ്രത്യേകിച്ചും ഒരു വിഷ്വൽ ഡയറി ഉണ്ടാക്കിയേക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് റൈറ്റപ്പ് ചെയ്ത് എവിടെയെങ്കിലും ഇടുവാണെങ്കിൽ അത് ഇച്ചിരിയും കൂടെ ഒരു ഈസി ആയിരിക്കും. അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇത് കഴിഞ്ഞു അത് കാണുന്നത് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം എൻ്റെ ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് ഫസ്റ്റ് ജീപ്പിയുടെ ഇടയ്ക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഓഫീസ് വർക്ക്സിലൊന്ന് കയറണം. അപ്പം അത് കോമഡിയാണ്. നമ്മളുടെ മോന് നാട്ടിൽ നിന്നതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഷോപ്പ് വഴി കയറിയപ്പോഴത്തേക്ക് നല്ല ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ജിറ്റുവിനോട് പറഞ്ഞു, ജിച്ചാൽ ഇവിടെ ഇങ്ങനെ ഉണ്ട്, നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകണം, വീക്കെൻഡിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഇന്നലെ ഫ്രൈഡേ പുള്ളിക്ക് സമയം കിട്ടിയപ്പോഴത്തേക്ക് പോയി. ഞാനത് അറിഞ്ഞില്ല. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജിറ്റു വാങ്ങിച്ചുകൊണ്ട് വന്നത് കൊച്ചിനാണോ ജിറ്റുവിനാണോ എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ. പാല് വേണം അതിനാണോ? നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കയറാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ വീക്കെൻഡിൽ ജസ്റ്റ് ക്ലീനപ്പ്, പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ്. അപ്പം നമുക്കിന്ന് നമ്മുടെ മുറ്റത്തുനിന്ന് ഇതുപോലെ ചുണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം സ്പെഷ്യൽ ചുണ്ട് തോരനായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ പോകണ്ടേ? നമുക്ക് വണ്ടിയെ കയറി ഇരുന്നിട്ട് കുടിക്കാം. ഇത്രയും നേരം ഞാൻ ബേബിക്ക് അവിടെ വന്നിരുന്നപ്പോ വേണ്ടായിരുന്നല്ലേ? ഉറക്കം വരുന്നല്ലേ? ഓ രാവിലെ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. പക്ഷെ
ഇച്ചിരി കഴിച്ചു, പിന്നെ അത് തുപ്പിക്കളഞ്ഞ് അതുവഴി നടക്കുമായിരുന്നു. നമുക്ക് മൂക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പം നമ്മൾ ജീപ്പിൻ്റെ അടുക്കിൽ എത്തിയിട്ടുണ്ട്. കുഞ്ഞ് ചെറിയൊരു ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ട്. 15 മിനിറ്റ്സ് ഏർലിയാണ്. പക്ഷെ നമുക്ക് കയറി നോക്കാം. ചിലപ്പം നമ്മളെ നേരത്തെ വിളിക്കും, ചാൻസ് ഉണ്ട്, പക്ഷെ പറയാൻ പറ്റുമല്ലോ. പുറത്തൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വെയിലല്ലാത്തതൊരു സുഖമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നോട്ട് ടു കോൾഡ്. വെയിറ്റിംഗ് ആണ് വരെ നമ്മൾ ജീപ്പിൻ്റെ അടുക്കിൽ വെയിറ്റിംഗ് ആണ് വരെ. നമ്മൾ 5 ഇയേഴ്സായിട്ട് ഇവിടെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇച്ചിരി ദൂരമൊക്കെയാണ്, പക്ഷെ നല്ല പ്ലേസ് ആയതുകൊണ്ട്, നല്ല ഡോക്ടർ ആയതുകൊണ്ടും നമ്മൾ പിന്നെ വേറെ എങ്ങും പോകാറില്ല. നമ്മൾ GP-യെ കണ്ടു. കുഞ്ഞിക്ക് ക്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ടാസ്ക് കൂടെ ഉണ്ട്. നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പം കുഞ്ഞ് വാങ്ങിക്കുക. പക്ഷെ അവിടെ ഇരുന്ന് ഇച്ചിരുന്ന് കരഞ്ഞു. പക്ഷെ പിന്നെ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ചെയ്തേക്കാം. അപ്പം നമ്മളിപ്പോൾ ഇതേ ഓഫീസ് വർക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കുകയാണ്. സാറ്റർഡേ ആയതുകൊണ്ട് വളരെ റിലാക്സിങ് ആയിട്ടാണ് ഡേ പോകും. എൻ്റെ പെടലി നടുവെല്ലാം വെട്ടിയെന്ന് തോന്നും. പെടലിയുടെ കാര്യം അവിടെ ചെന്ന് ഡോക്ടറെ അടുക്കൽ എനിക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു. എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ലേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരും അപ്പോയിൻമെൻറ്റിനെ ബുക്ക് ചെയ്തേക്കുന്നത്. അത് പക്ഷേ കുഞ്ഞിയുടെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ എന്തായാലും മിസ്റ്റേക്ക് ആയിരിക്കും. അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഇല്ല എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല. നമ്മൾ കാണുന്ന ഒരു മലയാളി ഡോക്ടറെയാണ്. പിന്നെ ഡോക്ടറെ വെറുതെ ഇനി നമ്മുടെ പരാതിയുടെ കൂടെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ മിണ്ടിയില്ല. പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോക്കിൽ ഞാനിങ്ങനെ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്തപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു എൻ്റെ കഴുത്ത് ഇച്ചിരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു നെർവ് ഇങ്ങനെ ഒരു വെട്ടൽ പോലെ മാത്രം ബാക്കിൽ കൊണ്ടുണ്ട്, അല്ലെങ്കിൽ ഓക്കെയാണ്. സോ ദിസ് ഈസ് us and let's head to ഓഫീസ് വർക്ക്. നമ്മൾ ഓഫീസ് വർക്കിലോട്ടാണ് പോകുന്നത്. വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വായി നോക്കാൻ സമയമുണ്ട്, ഇച്ചിരി താമസമുണ്ട്. അപ്പം നമ്മൾ സാധനമൊക്കെ കിട്ടി ഒരു വിൻഡോ ഷോപ്പിംഗ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കല്ലേ ഒരു നീണ്ട ലൈന്. പിന്നെ ഇതിൻ്റെ പുറകെ നിൽക്കുക എന്നല്ലാതെ പിന്നെ വേറെ എന്ത് ചെയ്യാനാ. നമ്മളങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു. നമ്മൾ പുറത്തെത്തിയേക്കുവാണ്. ഇനി വീട്ടിൽ പോകണം. ടയേർഡായി. കുഞ്ഞ് ടയേർഡായതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നപ്പോൾ തന്നെ അവൾ കിടന്ന് ഉറങ്ങി കേട്ടോ. അത് വലിയ ആശ്വാസമായി. അപ്പം നമ്മൾക്ക് ഇതുപോലെ കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ചുണ്ട് തോരൻ വെക്കാൻ പോവാണ്. അപ്പം ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ വെള്ളത്തിലോട്ട് പിഴിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് അരിഞ്ഞാണ് എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് പ്രാവശ്യമായിട്ട് ഇതാണ് ചെയ്യുന്നത് കേട്ടോ. കാര്യം അതായത് നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കളറ് മാറുന്നില്ല, പിന്നെ അതിനകത്തൊന്നും കറി അധികം ഇറങ്ങുന്നുമില്ല. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വിട്ടിരിക്കുകയും ചെയ്യും, കളർ മാറുന്നൊന്നുമില്ല. എന്തോ അതിൻ്റെ എല്ലാം ലോക്ക് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്തേക്കുന്നത്. ഇത് ഈ വിയറ്റ്നാമീസൊക്കെ അവരുടെ റെസിപ്പീസിൽ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് അത്ര ചെയ്യുന്നത്. അപ്പം സാലഡിലൊക്കെ അവരിങ്ങനെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ അതേപടി നിൽക്കുന്നുണ്ട് കേട്ടോ. അവരിത് ചെയ്യുമ്പോഴത്തേക്ക് പറയുന്നത് ഇട്ട് അപ്പം തന്നെ എടുക്കുക എന്ന്. എനിക്ക് ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ കിടന്ന് വെള്ളം വെക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഒരു ഹാഫ് ആൻ അവറൊക്കെ വരെ വെള്ളത്തിലിരിക്കേണ്ട വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസോ അല്ലെങ്കിൽ കറി ഇറങ്ങി അതിൻ്റെ കളർ മാറുമോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് തോന്നിയപ്പോഴത്തേക്ക് ഒരു അഡാപ്റ്റ് ചെയ്തൊരു പരിപാടിയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ഞാൻ കണ്ടേക്കുന്നത് ഇപ്പോൾ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ എണ്ണയൊക്കെ വെച്ച് എന്തോ ഇങ്ങനെ ചുറ്റിച്ചൊക്കെ എടുക്കുന്നതായിട്ട്. അപ്പോൾ ഒത്തിരി ഇങ്ങനെ കറ വലിഞ്ഞ് വരുന്നു, കൈ ഒഴുക്കാവുന്നു. അപ്പോൾ ഇതിപ്പം കൈക്കും കുഴപ്പമില്ല, നീറ്റായിട്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പം നമ്മൾ ചുണ്ടും പരിപ്പും കൂടി ഇട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുക്ക് ചെയ്തതൊക്കെ പിന്നെ
ഒരു കുറച്ച് ഇതുപോലെ അച്ചിക്കാപ്പാരെടുത്ത് മെഴുക്ക് പുരട്ടി വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ അങ്ങ് ധൃതിയായിപ്പോയി, വിശപ്പും അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് കാണുന്നില്ല കാര്യം കറക്റ്റായിട്ട്. ഇപ്പോഴത്തേക്കാണ് ചട്ടിച്ചോറ് ഉണ്ടാക്കിയാൽ എന്താണ് എന്ന് തോന്നിക്കൊണ്ട് ഇച്ചിരി മോരും കാച്ചി പിന്നെ ചെറുതായിട്ടൊരു ചമ്മന്തി അരച്ചെടുക്കുകയും ചെയ്തു. പിന്നെ ചട്ടിച്ചോറാകുമ്പോഴത്തേക്കും മുട്ട പൊരിച്ചത് വേണമല്ലോ. പിന്നെ നോൺ വെജ് ആയിട്ട് പിന്നെ മുട്ട പൊരിച്ചതാണ് ആഡ് ചെയ്തത് കേട്ടോ. അവൻ ലാവിഷായിട്ട് അച്ചാറും കൂടെ കൂട്ടി ജിറ്റു എണീറ്റപ്പോഴത്തേക്ക് ഒരു ലഞ്ചായി. Everything I need is right here with you. I don't care about what other people do, as long as I'm with you. Nothing else matters. I love you. You're my everything. No matter what life throws at us, we'll face it together. I know we can make it through anything, as long as we're together. Nothing else matters. I love you. You're my everything. You're my sun on a cloudy day. You're my hope when I'm feeling down. You're the one that I want to be with forever. I love you. You're my everything. When we're old and gray and our ഫുഡെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണമായതുകൊണ്ട് പിന്നെ അന്നേരം പിന്നെ ഒരു ബാക്കി കാണിക്കാമെന്ന് പറഞ്ഞ സംഭവം കാണിക്കാനായിട്ടുള്ള എനർജി ഇല്ലായിരുന്നു. കുഞ്ഞിപ്പെണ്ണുമായിട്ടുള്ള ഷോപ്പിംഗ് ആയതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. സോ ഐ തോട്ട് ഇവിടെ ഞാൻ ജിറ്റു വാങ്ങിച്ചതും ഞാൻ വാങ്ങിച്ചതും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ പറ, ജിറ്റു വാങ്ങിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വലിയവർക്കുള്ളതാണ് അങ്ങനെ ആയി പോയോ എന്ന്. ഇത് നമ്മുടെ അടിപിടി വീഡിയോ അല്ല കേട്ടോ. അപ്പം സാധനങ്ങൾ വാങ്ങിച്ചൊക്കെ കാണിക്കാം. അപ്പം എൻ്റെ ഷോപ്പിംഗ് വളരെ കുറച്ചായിരുന്നു, കാര്യം ഒന്ന് ടോപ്പപ്പ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. ഫസ്റ്റ് തന്നെ ഇത് കാണിക്കാം. അതായത് ഇതൊരു ചെറിയ ക്ലോക്ക് ആണ്, അതായത് ടീച്ചിങ് ക്ലോക്ക് എന്ന് പറയും. നമുക്കിങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് ക്ലോക്ക്. ഇത് മാറിപ്പോയി, ഇത് ജിറ്റു വാങ്ങിച്ചതിൻ്റെ അകത്തുള്ള കേട്ടോ. 2 സെറ്റ് ഓഫ് പെൻസിൽസ്, പിന്നെ ഒരു പെൻസിൽ ബോക്സ് ഉണ്ട്. ഗെയിം ഓവർ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടല്ലോ, പിള്ളേരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള. ഇതിനകത്ത് പെൻസിൽ വിത്ത് റബ്ബർ, സ്കെയില്, പെന്ന് ഇതെല്ലാം വരുന്നതായിട്ടുള്ള ഒരിത്. പിന്നെ ഇതിൻ്റെ ഹിഡൻ ഏതാണ്ടൊക്കെ ഉണ്ട്. അത് സ്പോയിൽ ചെയ്യുവാണോ അവരെ നന്നാക്കുവാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് എറേസറിനൊക്കെയുള്ള സ്പെഷ്യൽ ഇത് ഷാർപ്പനറൊക്കെ ആയിട്ടുള്ള. ഞാൻ കുഞ്ഞായിരുന്നു, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവനും ഇരിക്കട്ടെ. ട്വിസ്റ്റബിൾ ക്രയോൺസ്, ഒരു ടെഡി ബെയറിൻ്റെ ഹെഡൊക്കെ ആയിട്ടുള്ളൊരു കുറച്ച്, എത്രയുണ്ട് ഇതിൻ്റെ അകത്ത്, 1 2 3 4 5 6 കളേഴ്സിൻ്റെ കുഞ്ഞ് മിനി ഹൈലൈറ്റേഴ്സ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് സെറ്റ് ഓഫ് ഡയറി. പിന്നെ കുറേ ഇതുണ്ട് കുഞ്ഞിങ്ങനെ അടിക്കടിക്ക് മണ്ടേ വെക്കാവുന്ന ഹൈലൈറ്റേഴ്സ് ഉണ്ട്, കുറച്ച് സ്കെച്ചുണ്ട്, കളർ പെൻസിൽസുണ്ട്, പെൻസിലുണ്ട്, ഷാർപ്നർ, അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു ഫുൾ 33 പീസിൻ്റെ ഒരു ആക്ടിവിറ്റി സെറ്റ്. ആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ തുറന്ന് നോക്കിയില്ല, ജസ്റ്റ് കണ്ടപ്പോൾ അങ്ങ് എടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെ, കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, പിന്നെ കളറിങ് ബുക്കുണ്ട്. ഓപ്പൺ ചെയ്യണം, ഓപ്പൺ ചെയ്താൽ പണിയായിരിക്കും. കളറിങ്ങിൻ്റെ ബുക്കുണ്ട്. പിന്നെ ജസ്റ്റ് ബുക്ക്. അപ്പോൾ ഇതാണ് ഈ പാക്കിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ. അത് രസമല്ല, കങ്കാരുവിൻ്റെയും കോളയും ഒക്കെ ആയിട്ടുള്ള പേപ്പർ ക്ലിപ്പ്, സ്കെയില്, വീണ്ടും എന്തോ ഇതെന്താണ്, ഇതൊരു സ്റ്റിക്കറാട്ടോ. അല്ല, സ്റ്റിക്കറല്ല, കോളയുടെ ഇതുള്ള കുഞ്ഞ് നോട്ട്സിന് സ്റ്റിക്കി നോട്ട്സ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ചെണ്ണം. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് കണ്ടപ്പോഴേ ഞാൻ തുറന്നൊന്നും നോക്കിയില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി, ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ
കയറ്റി വെക്കാവുന്ന രീതിയിൽ എല്ലാ കളേഴ്സും. നൈസ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. വലിയ സാധനമൊന്നുമില്ല, ജസ്റ്റ് ടോപ്പപ്പ് ചെയ്തെന്ന് മാത്രം. കുറച്ച് എന്നാ പറയുന്നത്, അവനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടെ വാങ്ങിച്ചു. പിന്നെ ഒരു ജസ്റ്റ് മാഗ്നറ്റിക് ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞുള്ള, ഏജൊക്കെ കഴിഞ്ഞ് എന്നാലും ചുമ്മാ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ അതൊഴിച്ച് ബാക്കി എല്ലാം തന്നെ അപ്പയുടെ സെലക്ഷനാണ് കേട്ടോ. അപ്പം ഞാനതങ്ങ് അടുക്കിയേക്കാണ്, കാര്യം ഒത്തിരി ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ് ഇട്ടുണ്ട്,